ഇന്ത്യക്കാർ ഏറെ ആഗ്രഹിക്കുന്ന അല്ല ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ജന്മദിനമായിരുന്നു ഇന്നലെ കേട്ടല്ലോ. അതെ, ഇന്ത്യക്കാരിൽ മാത്രമല്ല ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കുന്ന ഒരാൾ. നമ്മൾ ഇയാൻ ഫ്ലമിങ്ങിൻ്റെ സിനിമകളുണ്ട്, ജെയിംസ് ബോണ്ട് അല്ലേ? അതെ, ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ ഏജൻറ്റാണ്. ലോകത്തെമ്പാടുമുള്ള ഭീകരപ്രവർത്തകരെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ ജെയിംസ് ബോണ്ട് എന്ന ബ്രിട്ടീഷ് ചാരൻ നടത്തുന്ന ത്രസിപ്പിക്കുന്ന കഥകൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഇയാൻ ഫ്ലെമിങ് ജെയിംസ് ബോണ്ടിനെ എഴുതി മടുത്തിട്ട് പുള്ളി ഒരു നോവൽ എഴുതി, ജെയിംസ് ബോണ്ട് ഒരു വെള്ളച്ചാട്ടത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. പുള്ളിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയില്ല. ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ വീട്ടിലേക്ക് ആരാധകർ മാർച്ച് നടത്തി, പ്രകടനം നടത്തി, കല്ലേറുണ്ടാക്കി, വധഭീഷണി ഉണ്ടായി. അവസാനം പെട്ടെന്ന് തന്നെ പുള്ളി വേറൊരു നോവൽ എഴുതി. ജെയിംസ് ബോണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. അങ്ങനെ കാലത്തെ അതിജീവിച്ച്, ലോകത്തെ അതിജീവിച്ച് ഇപ്പോഴും ബ്ലോക്ക് ബസ്റ്റേഴ്സാണ് ജെയിംസ് ബോണ്ട് സിനിമകൾ. അങ്ങനെ ഒരു ജെയിംസ് ബോണ്ട് ലോകത്തുണ്ടോ എന്ന് ആളുകൾ ചോദിക്കും. പക്ഷെ അങ്ങനെ ഒരു ജെയിംസ് ബോണ്ട് ഇപ്പോൾ ഇന്ത്യയിലുണ്ട് എന്ന് ലോകം പറയുന്നു. ആ ജെയിംസ് ബോണ്ടിൻ്റെ പേര് അജിത് ഡോവൽ എന്നാണ്. അജിത് ഡോവലിന് 80 വയസ്സായി. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ സമീപകാലത്ത് ഒരു ഇന്ത്യയിലുള്ള ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ പോസ്റ്റ് കണ്ടു. നിങ്ങൾ എതിർക്കേണ്ടത്, ആ ടാർഗറ്റ് ചെയ്യേണ്ടത് മോദിയോ യോഗിയോ അമിത്ഷായോ ഒന്നുമല്ല, അയാളെ ആ പൊക്കം കുറഞ്ഞ മനുഷ്യനുണ്ടല്ലോ അജിത് ഡോവലിനെയാണ്. അയാളാണ് ഇതിൻ്റെയൊക്കെ ആണി. മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അജിത് ഡോവലാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്രയും ശക്തമായി സ്ട്രാറ്റജിക്കലി ഒരു നിലപാടെടുക്കുന്നതിന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ പിന്നിൽ, അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിൻ്റെയൊക്കെ പിന്നിൽ കരുത്തായി നിൽക്കുന്ന ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ജനിച്ചപ്പോഴേ പോലീസുകാരനായിരുന്ന, അതും രഹസ്യ പോലീസായിരുന്ന, അണ്ടർ കവർ ഓഫീസർമാരുടെ ലോകത്തെ ഏറ്റവും വലിയ കിങ് എന്ന് പറയാവുന്ന ഒരാളായി ഇന്ന് മാറിയിരിക്കുകയാണ് അജിത് ഡോവൽ. അദ്ദേഹത്തിന് 80 വയസ്സായി. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രം അറിയാവുന്ന ഒരു ജീവിതമാണ് അജിത് ഡോവലിൻ്റേത്. അദ്ദേഹം 1945 ഉത്തരാഖണ്ഡിലാണ് ജനിച്ചത്. ഉത്തരാഖണ്ഡിൽ ജനിച്ചു. 1968 ബാച്ചിലെ IPS ഓഫീസറാണ്. അദ്ദേഹം പഠിച്ചതൊക്കെ അറിയണം. MA എക്കണോമിക്സുകാരനാണ്. അത് പലരും നമ്മുടെ അജിത് ഡോവലിന് കേട്ടിട്ടുണ്ട്. അജിത് ഡോവൽ എന്താണെന്ന് അറിയില്ല. അദ്ദേഹം പഠിച്ചത് അജ്മീറിലെ, രാജസ്ഥാനിലുള്ള അജ്മീറിലെ രാഷ്ട്രീയ മിലിറ്ററി സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് ആഗ്ര യൂണിവേഴ്സിറ്റി പഠിച്ചു, നാഷണൽ ഡിഫൻസ് കോളേജിൽ പഠിച്ചു. അങ്ങനെ സൈനിക വിദ്യാഭ്യാസം സ്കൂൾ മുതൽ കിട്ടി. അങ്ങനെ രക്തത്തിലും ചിന്തയിലും പ്രവർത്തികളിലും സൈനികനാവുക എന്നുള്ളതും ഒരൊറ്റ വികാരം മാത്രം കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ് അജിത് ഡോവൽ. അപ്പോൾ അജിത് ഡോവലിന് 80 വയസ്സായി. അദ്ദേഹം അത് വലിയ ആഘോഷമൊന്നും ആക്കിയില്ല. നമ്മുടെ പത്രങ്ങളിലൊന്നും വലിയ വാർത്തയുമായിരുന്നില്ല. നമ്മുടെ പത്രങ്ങളിൽ വാർത്തയാവാത്തതിന് കാരണം അജിത് ഡോവൽ എന്ന് പറഞ്ഞാൽ മോദിയുടെ നിഴലാണ്. അതുകൊണ്ട് തന്നെ മോദിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അജിത് ഡോവലിനെ ഇഷ്ടമല്ല. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ അതിപ്രധാനമായ പദവിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കരുത്തുള്ള ഒരു ഓഫീസ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത്, ക്യാബിനറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അതിശക്തമായ അധികാരങ്ങളുള്ളൊരു പോസ്റ്റാണ്. പക്ഷേ അതിനൊക്കെ മുകളിലാണ് വേണമെങ്കിൽ അജിത് ഡോവലിൻ്റെ പദവി എന്ന് പറയാം. ഇന്ത്യയിൽ അജിത് ഡോവൽ വിചാരിച്ചാൽ അസാധ്യമായ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അജിത് ഡോവൽ IPS കിട്ടിയിട്ട് ആദ്യത്തെ നിയമനം കേരളത്തിലായിരുന്നു. അപ്പോൾ 1971 അദ്ദേഹം കേരളത്തിലുണ്ട്. അത് ASP ആയിരുന്നു. ASP എന്ന് പറഞ്ഞാൽ IPS കിട്ടിയാൽ ഉടനെ അവരെ ഈ കിട്ടുന്ന ആദ്യത്തെ പോസ്റ്റുകളിലൊന്നാണ് ASP എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് സ്ഥിരം പോസ്റ്റൊന്നുമില്ല. ജോലി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു DYSPയുടെ ഒക്കെ പോലെ ഏതെങ്കിലും ഒരു മേഖലയിൽ അന്ന് ഏൽപ്പിക്കും. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പഠിക്കാൻ വേണ്ടി, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ പിന്നീട് അവർ SP റാങ്കിലുള്ള ചുമതലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ASP ആയിട്ട് കോട്ടയത്ത് പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുപ്രസിദ്ധമായ തലശ്ശേരി കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. കെ കരുണാകരൻ മുഖ്യമന്ത്രി. അപ്പോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ASP ആയിരുന്ന അജിത് ഡോവൽ കരുണാകരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം കരുണാകരൻ ഈ പോലീസുകാരെ നന്നായി നിരീക്ഷിക്കുന്ന, പോലീസിനെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടുകൊടന്ന് താലോലിച്ചിരുന്ന ഒരു മിടുക്കനായ മുഖ്യമന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു. കാരണം ആഭ്യന്തര വകുപ്പ് കയ്യിലായിരുന്നു. കരുണാകരനറിയാം ആരൊക്കെ കൊള്ളാവുന്നവരാണ്, മിടുക്കന്മാരായ ഓഫീസർമാർ ആരൊക്കെയാണ്, വളരെ കുഴപ്പക്കാരൊക്കെയാണ്, ആരൊക്കെ ഏതെല്ലാം ഓപ്പറേഷൻ ഉപയോഗിക്കുക, ഇതൊക്കെ കൃത്യമായി പോലീസിനെ ഇത്രമേൽ നന്നായി പഠിച്ച
ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കെ കരുണാകരനായിരുന്നു. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറയുമായിരുന്നല്ലേ കരുണാകരനോട് കൂറുള്ള ഒരു പോലീസിലുണ്ട്. കാരണം പോലീസിനെ അതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പോലീസിനെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഫോഴ്സാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ വിഴിഞ്ഞത്ത് വലിയ കലാപം ഉണ്ടായല്ലോ, പോലീസുകാരെ ആക്രമിച്ചു, പോലീസ് വണ്ടി തീയിട്ടു, പോലീസ് സ്റ്റേഷന് തീയിട്ടു, അങ്ങനെ പോലീസുകാരുടെ ഒരു മൊറയിലിനെ വല്ലാതെ തകർത്ത് പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരാളെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനകത്തൊക്കെ ഈ വൈദികരൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു ന്യായമില്ല. കാരണം അവരെ നമുക്ക് ഈ ക്രിസ്തീയ സമുദായത്തിലോടും ക്രിസ്തീയ പുരോഹിതന്മാരോടും ഒക്കെ ബഹുമാനമുണ്ട്. പക്ഷെ അവിടെ കാണിച്ച ശുദ്ധ തെമ്മാടിത്തരമാണ്. നീതിന്യായത്തെ അല്ലേ നമ്മുടെ രാജ്യത്തെ റൂൾ ഓഫ് ലോയെ വെല്ലുവിളിക്കലായിരുന്നു. സത്യത്തിൽ അന്ന് ഒരുപക്ഷെ കെ കരുണാകരനായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ആ വൈദികരെ കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്തേനെ. ചെയ്യണം. നിയമം കയ്യിലെടുത്ത് രാജ്യത്ത് പോലീസ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കും? എൻ്റെ സിനുജി, പോലീസ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. പോലീസുകാരെ ആക്രമിക്കുക, പോലീസ് സ്റ്റേഷന് തീ വെക്കുക, അത് ഇനി പോലീസുകാർ മുഴുവൻ കുഴപ്പം കാണിച്ചാൽ പോലും പോലീസ് സ്റ്റേഷന് തീ വെക്കുക എന്നൊക്കെ പറയുന്ന, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലും ഒരു പരിഷ്കൃത സമൂഹത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അപ്പം വിഴിഞ്ഞത്ത് കാണിച്ചത് ഒരുപക്ഷെ കരുണാകരൻ്റെ കാലത്താണ് കരുണാകരൻ നേരിടുമായിരുന്നു എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ടായി. കാരണം നമുക്ക് പോലീസിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പോലീസുകാരുടെ സേവനങ്ങളെ നമ്മൾ വിലമതിക്കുന്നില്ല. അവർ നമുക്ക് വേണ്ടി ഉറക്കമുളച്ച് ഈ നാട് മുഴുവൻ നടക്കുന്നുണ്ട് അല്ലേ? പൊരി വെയിലത്ത് ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർ, VIP ഡ്യൂട്ടിക്ക് നിൽക്കുന്നവർ, എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-2 പേരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ട് നമ്മൾ പോലീസുകാരെ ഒന്നടങ്കം കുറ്റം പറയും. പോലീസുകാരുടെ ഒരു പുച്ഛമാണ്, ഒരു സ്നേഹമില്ല. പോലീസുകാരുടെ നമ്മൾ ബഹുമാനമൊക്കെ കാണിക്കും, മുണ്ടൊക്കെ കഴിച്ചിടും, മാറി കഴിയുമ്പോൾ തെറിയും പറയും. ഇതാണ് കേരളത്തിലെ ആളുകളുടെ പൊതുസ്ഥിതി. പക്ഷെ നമ്മൾ ആലോചിക്കണം, പോലീസ് എന്നുള്ള സംവിധാനം ഇല്ലായിരുന്നു എങ്കിൽ അവർ നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ സമയം നോക്കിയല്ലല്ലോ അവർ ജോലി ചെയ്യുന്നത്. ഷിഫ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര മണിക്കൂർ ഒരു പോലീസുകാരൻ ജോലി ചെയ്യുന്നത്? ജോലിഭാരം കൊണ്ട് എത്രയോ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു അല്ലേ? അപ്പോൾ പോലീസുകാർക്ക് ഒരു സ്നേഹവും പരിഗണനയും നിശ്ചയമായും കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസുകാർ. അപ്പോൾ ഈ പോലീസുകാരെ മനസ്സിലാക്കുന്ന ഭരണാധികാരികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേരും പോലീസുകാരെ എന്തോ കൂലിക്കാരായിട്ടായിരുന്നു. തങ്ങൾക്ക് സല്യൂട്ട് അടിക്കാൻ, തങ്ങൾ പറയുന്ന പണി ചെയ്യാനുള്ള ഒരു സേനയായി പോലീസിനെ കാണുന്നവരാണ് മിക്കവാറുമുള്ള രാഷ്ട്രീയക്കാർ. പക്ഷേ കരുണാകരൻ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എന്നോട് പോലീസിലെ ചിലർ പറഞ്ഞിട്ടുണ്ട്, കരുണാകരൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി, അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടാവുമായിരിക്കും, തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരെ ഏറ്റവും കൂടുതൽ മാനിച്ചിരുന്ന ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്ന് ചില പോലീസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഏതായാലും അത് നിൽക്കട്ടെ. അപ്പോൾ കരുണാകരൻ അജിത് ഡോവലിനെ വിളിച്ചിട്ട് പറഞ്ഞു, തലശ്ശേരി കലാപമാണ്, അമർച്ച ചെയ്യണം. കലാപത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു? CPM ആയിരുന്നു. അജിത് ഡോവൽ അവിടെ എത്തി. അജിത് ഡോവൽ ആദ്യം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ടാലൻ്റാണ്. അവിടുത്തെ തദ്ദേശവാസികളും ലോക്കൽ പോലീസും ഒക്കെ ആയിട്ടിരുന്നിട്ട് എന്താണ് ഈ കലാപത്തിൻ്റെ കാര്യം, വാടാ പോടാ എന്ന് പറഞ്ഞ് വന്ന് ഇടിയൊന്നും ആയിരുന്നില്ല. കൃത്യമായി അദ്ദേഹം ഏതാനും മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിച്ച് ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി. അതായത് കോട്ടയം മുതൽ തലശ്ശേരിയുള്ള യാത്രക്കിടയിൽ അദ്ദേഹം എന്താണ് തലശ്ശേരി കലാപം, എന്താണ് തലശ്ശേരി കലാപത്തിന് കാരണം എന്താണെന്ന് കോട്ടയത്ത് നിന്ന് തലശ്ശേരിക്കുള്ള കാർ യാത്രക്കിടയിൽ അദ്ദേഹം എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. അപ്പോൾ അന്ന് മൊബൈലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം അത് കളക്ട് ചെയ്തു. അപ്പോൾ വാക്കി ടോക്കിയോ വയർലെസ് ഒക്കെ ഉപയോഗിച്ചതായിരിക്കും. ഏതായാലും അവിടെ എത്തുമ്പോൾ തലശ്ശേരി കലാപം എന്താണെന്ന് അദ്ദേഹത്തിന് സ്വന്തമായൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ബാക്കി അവിടെ എത്തി ഗ്രൗണ്ട് ലെവലിൽ അദ്ദേഹം കുറേ ഇൻഫർമേഷൻ കൂടെ ഗാദർ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ചെയ്ത നടപടികളുടെ ഫലമായി തലശ്ശേരി കലാപം അമർച്ച ചെയ്യപ്പെട്ടു, അവസാനിച്ചു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നമ്മുടെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, തലശ്ശേരി കലാപത്തിൻ്റെ ആസൂത്രകൻ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് കണ്ട് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെന്നും തോക്കെടുത്ത് തലയിലേക്ക് വെച്ചിട്ട് കൊന്നുകളയും, ഇപ്പം നിർത്തണം തലശ്ശേരി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞു എന്നുമാണ് ഗവർണർ പറഞ്ഞത്. അത് പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ പക്ഷേ കലാപം നിന്നു. അത് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് എൻ്റെ ആധികാരികത എനിക്കറിയില്ല, പക്ഷേ അത് നിഷേധിച്ചിട്ടില്ല. പോലീസ് രേഖകളിൽ ഉണ്ടാവും, പോലീസുകാർക്ക് അറിയാമെന്നൊക്കെയാണ് ഗവർണർ വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഏതായാലും ഇങ്ങനെ കേരളത്തിലും ഒരു പുലിയായിട്ട് നിന്നു. അതിനുശേഷം അദ്ദേഹത്തിന് കേന്ദ്ര കേഡറിലേക്ക് പോകാനായിരുന്നു ഇഷ്ടം. അദ്ദേഹം അങ്ങോട്ട് പോയി. അവിടെ അദ്ദേഹം എക്സൽ ചെയ്തു എന്ന് പറഞ്ഞാൽ 1980 71-ലായിരുന്നല്ലോ ഇവിടെ വന്നിട്ട് പിന്നെ 9 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അജിത് ഡോവലിനെ കാണുന്നത് എവിടെ നിന്നറിയോ? അജിത് ഡോവലിനെ പിന്നെ ഇന്ത്യയെ കാണാനില്ലായിരുന്നു. അജിത് ഡോവലിൻ്റെ വേറെ ബോട്ട്സ് അറിയത്തില്ല. 80 അജിത് ഡോവൽ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അജിത് ഡോവൽ പാകിസ്ഥാനിലായിരുന്നു.
പാകിസ്ഥാനിൽ അദ്ദേഹം അവിടെ ഒരു മുസ്ലിം പേര് സ്വീകരിച്ച് മുസ്ലിമായിട്ട് ജീവിക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ അവിടുത്തെ ലോക്കൽ മുസ്ലിങ്ങളുമായിട്ട് പങ്കെടുത്തു, അവരുടെ കൂടെ നിൽക്കുന്നു, അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, അവരുടെ മതയോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഇൻ്റലിജൻസ് ഗാദറിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പാകിസ്ഥാനിലായിരുന്നു. അദ്ദേഹം അന്ന് 33 വർഷം ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലി ചെയ്തു. 10 വർഷം അതിൻ്റെ ഓപ്പറേഷൻസ് വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ താമസിക്കുമ്പോൾ ഒരിക്കൽ ഒരുപാട് വിവരങ്ങൾ നമ്മുടെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രം ഉണ്ടായി വരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള വൈറ്റൽ ഇൻഫർമേഷൻസ് ഇന്ത്യക്ക് കൊടുത്തത് അജിത് ഡോവലാണ്. പിന്നെ അജിത് ഡോവലിൻ്റെ ഒരു വലിയ സംഭാവന എന്ന് പറയുന്നത് അജിത് ഡോവലിനെ ഇടയ്ക്കിടയ്ക്ക് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ കാണാതെ പോകും. അജിത് ഡോവൽ എവിടെയാണെന്ന് വെച്ചാൽ അജിത് ഡോവൽ ആര്, അങ്ങനെ ആളില്ലല്ലോ, റെക്കോർഡിലൊന്നും കാണുന്നില്ല. പാകിസ്ഥാനിൽ പോയ കാലത്ത് ഇന്ത്യൻ റെക്കോർഡുകളിൽ അജിത് ഡോവൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഖലിസ്ഥാൻ വാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നടന്ന സമയമല്ലേ. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലമാണ്. ഭീകരവാദികൾ പഞ്ചാബിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. സുവർണക്ഷേത്രം അവരുടെ കയ്യിലാണ്, ഭിന്ദ്രൻവാല അവിടെ ഇരിക്കുന്നു. എങ്ങനെ അവരിൽ നിന്ന് സുവർണക്ഷേത്രം മോചിപ്പിക്കുമെന്ന് ഇന്ദിരാ സർക്കാർ ആലോചിക്കുന്ന കാലം. അന്ന് അക്കാലത്ത് സുവർണക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു റിക്ഷ വലിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു മുഷിഞ്ഞു നാറിയ വസ്ത്രമൊക്കെ ധരിച്ച് വലിച്ചുകൊണ്ട് ആളുകളെ ഇരുത്തി വലിച്ചു കൊണ്ടുപോയിരുന്ന റിക്ഷ ഓടിക്കുന്ന ഒരാൾ. അത് അജിത് ഡോവലായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലം പഞ്ചാബിലെ ഒരുപാട് ആളുകളെ റിക്ഷയിൽ വലിച്ചുകൊണ്ട് നടന്നു. ആലോചിച്ചുകൊണ്ട് ചെരുപ്പ് പോലും ഇടാതെ പഞ്ചാബിലെ അമൃതസറിലെ സുവർണക്ഷേത്രത്തിന് മുന്നിൽ ആളുകളെ കയറ്റി റിക്ഷ വലിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു, പതുക്കെ ഖലിസ്ഥാനികളുമായി ഭീകരവാദികളും അടുപ്പായിട്ട് പുള്ളി പറഞ്ഞു, ഞാനൊരു ISI ഏജൻ്റാണ്, നിങ്ങളെ ഞാൻ സഹായിക്കും. എൻ്റെ ജോലി അതിനു വേണ്ടിയിട്ടാണ് എന്നെ പാകിസ്ഥാൻ ചുമതലപ്പെടുത്തി ഇവിടെ എത്തിച്ചിരിക്കുന്നതാണ്. അവരെ ബോധ്യപ്പെടുത്താനുള്ള രേഖകളൊക്കെ അദ്ദേഹത്തിൻ്റെ തെളിവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പാകിസ്ഥാനിയാണ്, മുസ്ലിമാണ്, ISI ചാരനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ അവരുടെ വിശ്വസ്തനായി. അങ്ങനെ ഈ റിക്ഷാക്കാരനായ മുസ്ലിമിന്, ISI ചാരന് സുവർണക്ഷേത്രത്തിൽ ഏതു സമയത്തും കയറി ഇറങ്ങാമായിരുന്നു. പക്ഷേ അവിടെ കയറി ഇറങ്ങിയ അജിത് ഡോവലാണ് സുവർണക്ഷേത്രത്തിനകത്ത് ഭിന്ദ്രൻവാലയും ഭീകര സംഘങ്ങളും എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് സ്കാൻ ചെയ്ത് അത് പിന്നീട് ബ്ലൂ പ്രിൻ്റാക്കി ഇന്ത്യൻ സൈന്യത്തിന് കൊടുത്തു. എത്ര വലിയൊരു ഓപ്പറേഷൻ. അതേ തുടർന്നാണ് ഇന്ത്യൻ സൈന്യം സുവർണക്ഷേത്രത്തിൽ കയറി ഭിന്ദ്രൻവാല ഉൾപ്പെടെയുള്ള ആളുകളെ വെടിവെച്ചത്. കാരണം അകത്തോട്ട് കയറിയാൽ അകത്ത് എന്തൊക്കെയാണ് എവിടൊക്കെയാണെന്ന് അറിയണമല്ലോ. അത് വളരെ വിദഗ്ധമായി ചെയ്ത് ഇന്ദിരാഗാന്ധി സർക്കാരിനെ അന്ന് രക്ഷിച്ചതും, അല്ലെങ്കിൽ ഒരുപക്ഷെ പഞ്ചാബ് ഇന്ത്യക്ക് നഷ്ടമാകുമായിരുന്നു. അപ്പോൾ പഞ്ചാബ് ഇന്നും ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്നത് അജിത് ഡോവൽ കൊണ്ടാണ്. ഇനി തീർന്നില്ല. 2016 മോദിക്ക് ശേഷം, മോദി വന്നപ്പോൾ അത് NSA ആയി, ഇപ്പോഴും NSA ആയിട്ട് തുടരുന്നു. സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായില്ല ബലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. 40ഓളം പേര് മരിച്ചു. പാകിസ്ഥാൻ വറച്ചുപോയി. ഇന്ത്യയിലെ പ്രതിപക്ഷം ചോദിച്ചു, തെളിവെവിടെ? ഒരിക്കലും നമ്മുടെ സൈന്യം ഒരു ശത്രുരാജ്യത്തെ ആക്രമിച്ചു, അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെയും പ്രതിപക്ഷം തെളിവ് ചോദിക്കാറില്ല, സൈന്യത്തെ അവിശ്വസിക്കാറില്ല. പക്ഷേ ഇന്ത്യയിലെ വൃത്തികെട്ട രാഷ്ട്രീയക്കാർ രാഹുൽ ഗാന്ധി ടീമും അത് ചെയ്തു. നമ്മൾ അഭിമാനിക്കേണ്ടത്. പക്ഷേ അത് മോദിക്ക് ഗുണമുണ്ടായാലോ എന്ന് കരുതി ഇവരതിനെ അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല, കുറച്ച് പൈൻ മരങ്ങൾ മാത്രമാണ് തകർന്നതെന്ന് പ്രചരിപ്പിച്ചു. പക്ഷേ പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ അവരത് സമ്മതിച്ചു. പാകിസ്ഥാൻ ജനറൽ വിറച്ചുപോയി എന്നാണ് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ പറഞ്ഞത്. അത്ര ഇന്ത്യ ആക്രമണം ഉറപ്പായി എന്ന് കരുതി പാകിസ്ഥാൻ വിറച്ചുപോയ സമയമായിരുന്നു. ഇനി അതോടുകൂടി ഈ സർജിക്കൽ സ്ട്രൈക്കോടുകൂടിയാണ്, അത് സാധാരണ മൊസാദും അമേരിക്കയും മാത്രമൊക്കെയാണ് ഇത്തരം സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. ഇന്ത്യ അത് ചെയ്യുന്നു. അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആളെന്ന നിലയിൽ അജിത് ഡോവൽ ആഗോള ശ്രദ്ധയിലേക്ക് പിടിച്ചു വന്നു. തിരിച്ചു വരുന്നു. ഒരു പരിക്കോട്ടില്ല തിരിച്ചു വരുന്നത്. ഇനിയും തീർന്നില്ല. ഈ പുൽവാമ അറ്റാക്ക് കഴിഞ്ഞല്ലോ. പുൽവാമ അറ്റാക്ക് 2019 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളും പാകിസ്ഥാനുമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായി. പാകിസ്ഥാൻ്റെ F-16 വിമാനം നമ്മൾ മിഗ് കൊണ്ടടിച്ച് തകർത്തു. പക്ഷേ നമ്മുടെ അഭിനന്ദ് വർദ്ധമാൻ പാകിസ്ഥാനിൽ പെട്ടുപോയി. സാധാരണ ഒരു തടവുകാരനെ, ഒരു പൈലറ്റിനെ, അത് പാകിസ്ഥാൻ്റെ F-16 തകർത്ത ഇന്ത്യൻ സേനയിലെ പൈലറ്റിനെ കിട്ടിയാൽ പാകിസ്ഥാൻ എങ്ങനെ പെരുമാറുമെന്നറിയാമോ? ക്രൂരമായിരുന്നു. പക്ഷേ തൊട്ടില്ല അഭിനന്ദ് വർദ്ധമാനെ. ഇന്ത്യ, നരേന്ദ്രമോദി പറഞ്ഞു, അഭിനന്ദ് വർദ്ധമാനെ തൊട്ടാൽ നമ്മുടെ ന്യൂക്ലിയർ മിസൈലുകൾ പാകിസ്ഥാനിലേക്കും ലാഹോറിലേക്കും ഇസ്ലാമാബാദിലേക്കും നമ്മൾ തിരിച്ചു വെച്ചു. അജിത് ഡോവൽ പാകിസ്ഥാന്
തൻ്റെ തത്തുല്യ റാങ്കിലിരിക്കുന്ന ആളോട് പറഞ്ഞു തൊട്ടു പോരുത്, തൊട്ടാൽ കത്തിക്കും, ലാഹോർ കത്തിക്കും, ഇസ്ലാമാബാദ് കത്തിക്കും എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ വിറച്ചുപോയി. അവസാനം പുറത്തു വിട്ടതെന്നറിയോ, അഭിനന്ദ് വർത്തമാനം ഒന്നും പറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ അവരുടെ തടവിലിരുന്ന് ചായ കുടിക്കുന്ന അഭിനന്ദ് വർത്തമാൻ്റെ വീഡിയോ പാകിസ്ഥാന് പുറത്തുവിടേണ്ടി വന്നു. ഔദ്യോഗികമായി ആലോചിച്ചു. നമ്മുടെ തടവുകാരൻ അവരുടെ F-16 തകർത്ത നമ്മുടെ വ്യോമസേനയിലെ ഒരു പൈലറ്റിനെ കയ്യിൽ കിട്ടിയിട്ട് അയാൾ സുരക്ഷിതനായിരിക്കുന്നു എന്ന് കാണിക്കുന്ന വീഡിയോ ഒഫീഷ്യലി പാകിസ്ഥാന് റിലീസ് ചെയ്യേണ്ടി വന്നുവെങ്കിൽ പാകിസ്ഥാൻ എത്രമാത്രം ഭയന്നു പോയിരിക്കുന്നു. യുദ്ധത്തടവുകാരനാണ്. അവിടെ കൂളായിട്ടിരുന്ന അഭിനന്ദ് വർത്തമാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടാണ്. പാകിസ്ഥാൻ വിട്ടതാണ്. പാകിസ്ഥാൻ വിറച്ചുപോയി. കാരണം NSA അജിത് ഡോവൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അവൻ്റെ രോമത്തിൽ തൊട്ടാൽ ഇസ്ലാമാബാദ് കത്തിക്കും, ലാഹോർ കത്തിക്കും, കറാച്ചി കത്തിക്കും. നമ്മുടെ ആണവശേഷിയുള്ള മിസൈലുകൾ ഉൾപ്പെടെ ഈ 3 പട്ടണങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ മോദി ഉത്തരവും കൊടുത്തു. എന്തുപറ്റി? ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു ഷർട്ടിൻ്റെ ബട്ടൺ പോലും പോകാതെ, കുപ്പായമൊന്നും ഉലയാതെ അഭിനന്ദ് വർത്തമാൻ തിരിച്ചു വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് അങ്ങനെ. അതിൻ്റെ ശില്പിയും ആരായിരുന്നു? ഡോവലായിരുന്നു. ഇനി 999 നമ്മുടെ ഖാണ്ടകാർ വിമാനം റാഞ്ചിക്കൊണ്ട് പോയില്ലേ, ICI 814 ഹൈജാക്ക് ചെയ്തു. അതിൻ്റെ നെഗോഷിയേഷൻസ് ചർച്ചകൾക്ക് പോയതാരാ? അജിത് ഡോവൽ പോയി 155 ഹോസ്റ്റേജസിനെയും ബന്ദികളെയും വിജയകരമായി തിരിച്ചു കൊണ്ടുവന്ന ചർച്ച നയിച്ചത് അജിത് ഡോവലാണ്. 3 ഭീകരരെ വിട്ടുകൊടുക്കേണ്ടി വന്നു, അത് വേറെ കാര്യം. പക്ഷേ അത് വേറെ നിവർത്തിയില്ല. അത് പരമാവധി കാഷ്വാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ ആ നയതന്ത്ര ചർച്ച 3 പേരിൽ ഒതുക്കാൻ കഴിഞ്ഞു. അതെ, 3 പേര് പിന്നീട് ഇന്ത്യക്കെതിരെ നിലപാടെടുത്തു നിൽക്കാനുള്ള വേറെ കാര്യം. പക്ഷേ മറ്റു മാർഗ്ഗമില്ലായിരുന്നു. കാരണം നമ്മുടെ ഒരൊറ്റ ആൾക്ക് പോലും അപായമില്ലാതെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇനി 2014 നമ്മുടെ മലയാളികൾക്കറിയാം, മലയാളികൾ ആഘോഷിച്ചാണ് ഇറാഖിൽ ഒരു സംഘം 46 നേഴ്സുമാർ കുടുങ്ങിപ്പോയി, ഭീകരന്മാരുടെ പിടിയിൽപ്പെട്ടു. ആരാണ് ചർച്ചകൾ നടത്തിയത്? മലയാളത്തിലൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ട്. അതെ, അത് ഏതോ ഒരു അജ്ഞാത കേന്ദ്രം ചർച്ച നടത്തിയെന്ന അജ്ഞാത കേന്ദ്രം ആ ചർച്ചകൾക്ക് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിച്ചതും എല്ലാം അജിത് ഡോവൽ എന്ന് പറയുന്ന ഈ മനുഷ്യനാണ്. അപ്പോൾ ഈ തീവ്രവാദികളും ഭീകരവാദികളായിട്ടൊക്കെ എല്ലാം നല്ല ബന്ധമാണ് അല്ലേ? ഇത്രയും വർഷത്തെ ബന്ധമില്ല അദ്ദേഹത്തിന്. ഈ പറയുന്ന പോലെ ഒരു ടെലിഫോൺ എടുത്ത് വിളിക്കാൻ പറ്റുന്ന ആളുകൾ എല്ലാ സംഘടനയിലും ഉണ്ടാവും. സംഘടനകളുണ്ടാവും. ഭീകരവാദികളായിരിക്കും, അവരുമായിട്ട് ഏറ്റുമുട്ടലാണ്, കിട്ടിയാൽ കൊല്ലും. എന്നാൽ പോലും ഒരാവശ്യം വന്നാൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ഒരു പോലീസിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ തന്നെ വേണം. ഒരാവശ്യം വന്നാൽ കളിക്കരുതേ, ഞാനെല്ലാം അറിയുന്നുണ്ടേ, നിർത്തിക്കോ എന്ന് പറയാൻ ഒരാൾ വേണം. അതുകൊണ്ടാണ് MR അജിത് കുമാർ RSS തലവനെ കണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത്. RSSുമായിട്ടും ബന്ധം വേണം, പോപ്പുലർ ഫ്രണ്ടുമായിട്ടും ബന്ധം വേണം. ഒരാവശ്യം വന്നാൽ വിളിക്കാൻ ഒരു ഹോട്ട് ലൈൻ വേണം, എല്ലായിടത്തും വേണം. ഒരു നല്ല പോലീസുകാരന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധം വേണം. അതൊരു തെറ്റല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ കാലത്ത് ചെയ്ത വീഡിയോയിലൊക്കെ MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബാലയെ കണ്ടാൽ എന്താണ് തെറ്റ്? ഈസ് എ പോലീസ് ഓഫീസർ അല്ലേ? അതെ, ഒരു പോലീസ് ഓഫീസറുടെ ജോലിയാണ് PR എന്ന് പറയുന്നത്. PR ഇല്ലാത്ത പോലീസുകാരൻ പരാജയപ്പെട്ടു പോകും. അപ്പോൾ അജിത് ഡോവൽ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് പറഞ്ഞാൽ അജിത് ഡോവലിൻ്റെ PR ഒന്നാം തരം PR ആയിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ പോലീസുകാരും പാഠപുസ്തകമാക്കേണ്ട ഒരാളാണ് അജിത് ഡോവൽ. ഇത് തീർന്നില്ല, ഒന്നുകൂടെ പറഞ്ഞിട്ട് അജിത് ഡോവലിൻ്റെ സമീപകാല കഥകൾ നിർത്താം. 2015 6 ദശാബ്ദമായിട്ട് 60 വർഷമായിട്ട് നാഗാ കലാപകാരികൾ സ്വതന്ത്ര നാഗാലാൻഡിന് വേണ്ടി യുദ്ധമായിരുന്നു ഇന്ത്യയോട് അല്ലേ? NSCN-IM എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അവരായിരുന്നു നാഗാലാൻഡിൽ സായുധ കലാപം നടത്തിക്കൊണ്ടിരുന്നത്. 2015 ശേഷം മോദി അധികാരമേറ്റ് 1 വർഷത്തിനുള്ളിൽ നാഗാ കലാപകാരികൾ ആയുധം വെച്ചു, ഇന്ത്യയുമായി സമാധാന കരാർ ഒപ്പിട്ടു. ആരായിരുന്നു ശില്പി? അജിത് ഡോവൽ. അപ്പോൾ കഴിഞ്ഞ 10-11 വർഷത്തിനിടയ്ക്ക് അജിത് ഡോവൽ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം ഗുണം ചെയ്തു എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അജിത് ഡോവലിൻ്റെ പഴയകാല കഥകൾ പറയുകയാണെങ്കിൽ ഒന്നല്ല ഒരാഴ്ച പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞുതരാം. പാകിസ്ഥാനിൽ കഴിയുമ്പോൾ ഒരു ദിവസം ഇതുപോലൊരു മീറ്റിങ്ങിൽ പാകിസ്ഥാനിയായിട്ട് മുസ്ലിമായിട്ടൊരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ് അജിത് ഡോവൽ. അജിത് ഡോവൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൈനിക ഓഫീസർ വന്ന് അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി വരൂ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടുപോയി. ഒരു കാറിൽ കയറ്റി ഒരു അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ പാകിസ്ഥാൻ ISIയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വന്നിട്ട് അജിത് ഡോവലിന് ഒരു സല്യൂട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മിസ്റ്റർ അജിത് ഡോവൽ, ഇതാ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. തിരിച്ചറിഞ്ഞിട്ട് ചെയ്തതെന്താണ്?
അജിത് ഡോവലിനെ അവർക്കറിയാം. അതുകൊണ്ട് വളരെ സുരക്ഷിതനായി കൊണ്ടുപോയി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പം 7 വർഷത്തിന് ശേഷമാണ് തിരിച്ചറിഞ്ഞ് കണ്ടപ്പോൾ ISIയുടെ മേധാവി വന്നിട്ട് ആദ്യം ചെയ്തൊരു സല്യൂട്ട് കൊടുത്തിട്ട് മിസ്റ്റർ അജിത് ഡോവൽ താങ്കളുടെ റിട്ടേൺ ടിക്കറ്റ് ഇതാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അജിത് ഡോവൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. 7 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ അജിത് ഡോവലിനെ പോലെയുള്ള മഹാനായ, വീരനായ, ധീരനായ, സമർത്ഥനായ, ലോകത്തിന് മാതൃകയായ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ധൈര്യമായി നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങാം. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നേരാം. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ പിറന്നാളിൽ നമുക്ക് നേർന്നുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.